ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇതാ രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ 2 റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ എന്നത്തെ പോലെ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ എന്നത്തെ പോലെ തന്നെ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ടിഫിനൊക്കെ ഇതാ ആക്കുകയാണ്. ഇന്ന് പാസ്തയാണ് കേട്ടോ കൊടുത്തു വിടണത്. അപ്പോൾ ഇതാ ഞാൻ വെറുതെ വിൻഡോ ഒന്ന് തുറന്നു നോക്കിയത് കേട്ടോ. അപ്പം പുറത്ത് ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. പിന്നെ മക്കൾ റെഡിയായി കഴിഞ്ഞപ്പോൾ ഇതാ അവർക്കുള്ള ചായയൊക്കെ കൊടുത്ത് ഓരവിടെ നിന്നിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴും ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ സമയം 6:15 എന്നിട്ടും ഇതുപോലെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ രാവിലെ ആ ഒരു സ്കൂളിൽ പോകുന്ന ടൈം നല്ല രസമാണ് കേട്ടോ കാണാൻ. പ്രത്യേകിച്ച് ഇതുപോലെ ചെറിയ മഴയും കൂടെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, നല്ലൊരു രസമാണ്. അങ്ങനെ ദാ മക്കൾ പോയിട്ടോ. പിന്നെ ദാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിനി. അപ്പോൾ അത് കഴുകിയിട്ട് വേഗം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല തണുപ്പായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റണില്ലേനി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ എഴുന്നേറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് മെഷീനിലിട്ടിട്ടോ. പിന്നെ തണുപ്പായി വിചാരിച്ചിട്ട് രാവിലത്തെ പണികളൊന്നും ചെയ്യാതെക്കാൻ പറ്റൂലല്ലോ. സത്യം പറയുകയാണെങ്കിൽ നല്ല തണുപ്പായതുകൊണ്ട് ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കാനാണ് കേട്ടോ തോന്നണത്. പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ തണുപ്പ് തോന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഓരോ പണികൾ ചെയ്ത് നിൽക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് തണുപ്പ് തോന്നൂല. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നൊക്കെ അങ്ങോട്ട് ശരിയാവും. ഇതൊന്നും നോക്കണ്ട കേട്ടോ. ഇവിടെ ഒരാൾ നന്നായിട്ട് കളിച്ച് ആറമാദിച്ചതാണ്. ചില ടൈമിൽ കളിച്ചു കഴിഞ്ഞാൽ ഓനെന്നെ ഫുള്ള് വെക്കേണ്ട സ്ഥലത്ത് വെക്കും. പിന്നെ കുറച്ച് കുരുത്തക്കേടും കുറുമ്പൊക്കെ ഇല്ലെങ്കിൽ കുട്ടിയൊക്കെ എന്താല്ലേ ഒരു രസം. അപ്പോൾ ഏതായാലും ഇതാ ക്ലീനിങ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും രാവിലെ നമ്മളെ വീട് വൃത്തിയാക്കൽ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ടിയാൽ അതൊരു സമാധാനമാണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ച് വെച്ച് അതുപോലെ തക്കാളി, ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അരി അളന്നെടുത്ത് അതൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ഇതാ ഇന്നലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതേനി കേട്ടോ. ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് ഓയിലിലേക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇപ്പുറത്തെ സൈഡിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കുന്ന പണി പെട്ടെന്ന് കഴിയുമല്ലോ. ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ മസാലയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലിലേക്ക് തന്നെയാണ് കേട്ടോ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലും പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ ഉള്ളി വാട്ടിയെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടുമല്ലോ. പിന്നെ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുരുമുളക് പൊടിയും ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള തൈരും ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും എല്ലാം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ അരച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒന്നിച്ച് അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നെയ്ച്ചോറും മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ദമ്മിടാണ് കേട്ടോ ചെയ്യുന്നത്. ശരിക്കും നമ്മളെ വീട്ടിലൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മൾ തന്നെയാണല്ലേ. നമ്മളെങ്ങനെയാണോ ഉള്ളത് അതുപോലെയാണ് കേട്ടോ ബാക്കിയുള്ളവരും ഉണ്ടാവുക. അപ്പോൾ നമ്മളെ കയ്യിലാണ് വീടിൻ്റെ വെളിച്ചം മുഴുവനും കിടക്കുന്നത്. പിന്നെ നമ്മളെ വീട് എപ്പോഴും വൃത്തിയിൽ കൊണ്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും കേട്ടോ ആ ഒരു വീട്ടിൽ. പിന്നെ മക്കൾ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ സ്കൂളത്തെ കഥകൾ ചോദിച്ചറിയാനും അതുപോലെ ഓരോ കൂടെ ഇരുന്ന് ഓരോട് സംസാരിക്കാനൊക്കെ നമ്മൾ നിൽക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളെ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തണം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും വന്നതിൻ്റെ ശേഷം ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഇനി ഇതാ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടായിനി. പിന്നെ ഇപ്പം തണുപ്പായതുകൊണ്ട് നനഞ്ഞ തുണികളൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടാണ് കേട്ടോ.
ഇനി ഇതാ കാരമൽ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കുകയാണ്. ഒരു 1/4 കപ്പ് പഞ്ചസാരയും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറ് മതി കേട്ടോ. കൂടുതൽ ഡാർക്ക് കളർ ആയിട്ടുണ്ടെങ്കിൽ ഈ കാരമലിന് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അങ്ങനെ ആകുമ്പോൾ പുഡിങ്ങിന് ഒരു കയ്പ്പ് ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. ഇനി പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവും, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതാ 2 കോഴിമുട്ടയും ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് പാലും 1 ടീസ്പൂൺ വനില എസൻസും ഒരു പിഞ്ച് ഉപ്പും ഇതെല്ലാം കൂടെ ഒരു മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി കാരമൽ സെറ്റാക്കാൻ വെച്ച ഈ ഒരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെ വേണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഇതിനി ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന്റെ മുകൾ ഭാഗം ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാ പാത്രങ്ങൾ കഴുകലും പിന്നെ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഈ പുഡിങ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ വേഗം തന്നെ കിട്ടും കേട്ടോ. എന്നാലും ചെറിയൊരു പേടിയാണ് കേട്ടോ പുഡിങ് പൊടിഞ്ഞു പോവോ എന്നുള്ളതൊക്കെ. എന്തായാലും ഈ ഒരു പുഡിങ് കാണാൻ നല്ല രസമുണ്ട്. ഇത് നല്ല തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇവിടെ ഇതാ ഒരാൾ ലോലിപോപ്പൊക്കെ തിന്നിട്ട് ഫുള്ള് ഡ്രസ്സിൽ അതിൻ്റെ കളറൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഡ്രസ്സ് മാറ്റാല്ലേ? അപ്പോൾ ഇതാ പുഡിങ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. അപ്പോക്കന് മോന് കച്ചറുണ്ടാക്കിട്ടോ പുഡിങ് വേണമെന്ന് അറിഞ്ഞിട്ട്. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് പുഡിങ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും. ഇത് കാരമൽ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് കളറ് മാറിയിട്ടുണ്ടെങ്കിൽ പുഡിങ്ങിന് നല്ല കയ്പ്പ് വരും. പിന്നെ ഇതാ മക്കളെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിനി. 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിനി കേട്ടോ. പിന്നെ പാത്രങ്ങൾ കണ്ടാൽ നമ്മൾ നോക്കാതെ കൂലല്ലോ. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ടോ. നമ്മൾ വാങ്ങാൻ വിചാരിച്ച സാധനം ഇവിടെ ഇല്ലേ. ഇനി എപ്പോഴും അങ്ങനെയാണ് ഇട്ടുണ്ടാവല്. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ പോവും, വാങ്ങിക്കാൻ വരുന്ന സാധനം മാത്രം കിട്ടൂല, വേറെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോരുകയും ചെയ്യും. എന്നെപ്പോലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോയും റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.